MK രാഘവന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരായ ഒളിക്യാമറ വിവാദം പോലീസ് അന്വേഷിക്കും. രാഘവനെതിരായ പരാതികളും രാഘവൻ നൽകിയ പരാതികളും പ്രത്യേക സംഘം അന്വേഷിക്കും. രാഘവനെതിരെ ലഭിച്ച വിവിധ പരാതികൾ കണ്ണൂർ റേഞ്ച് IGക്ക് കൈമാറി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. രാഘവന്റെ പണമിടപാടുകളിൽ കോഴിക്കോട് ASP അന്വേഷണം തുടങ്ങി. അതിനിടെ MK രാഘവനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ്. MK രാഘവന്റെ പണമിടപാടുകളെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെക്കുറിച്ചും അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. അദ്ദേഹം നടത്തിയ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ലംഘനത്തെപ്പറ്റി അന്വേഷിക്കണമെന്നും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. 2014 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആകെ 53 ലക്ഷം രൂപ മാത്രമാണ് രാഘവൻ തിരഞ്ഞെടുപ്പ് ചെലവായി കമ്മീഷന് മുൻപാകെ കാണിച്ചത്. എന്നാൽ സ്വകാര്യ ചാനൽ പ്രതിനിധിയോട് 20 കോടി രൂപ ചെലവായെന്ന് പറഞ്ഞതിലൂടെ പണം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് സംശയിക്കുന്നതായും പരാതിയിൽ ആരോപണം. കുറ്റപ്പെടുത്തി ചെന്നിത്തല. മുസ്ലിം ലീഗിനെതിരായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വൈറസ് പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. BJPയുടെയും യോഗി ആദിത്യനാഥിന്റെയും പരാമർശങ്ങൾ പച്ചയായ വർഗീയത. യോഗിയുടെ പരാമർശത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നും യഥാർത്ഥ വൈറസ് BJP എന്നും ആരോപണം. അതിനിടെ വൈറസ് എന്ന് അധിക്ഷേപിക്കുകയും പാകിസ്ഥാൻ പതാക ഉപയോഗിക്കുന്നവരെന്ന് ആരോപിക്കുകയും ചെയ്ത യോഗി ആദിത്യനാഥിനെതിരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ന് മുസ്ലിം ലീഗ് പരാതി നൽകും. മുസ്ലിം ലീഗ് പതാകയും പാക് പതാകയും ഒന്നാണെന്ന് പ്രചരിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് അംഗീകൃത പാർട്ടിയായി പ്രവർത്തിക്കുന്ന സംഘടനയെ അപകീർത്തിപ്പെടുത്തുന്നതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. ചരിത്രത്തെയും വർത്തമാനത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ച് സാമാന്യ ബോധമുള്ളവർ ഈ പ്രസ്താവന തള്ളിക്കളയും. ദുഷ്ടലാക്കോടെ അപകീർത്തി പരാമർശങ്ങൾ നടത്തുന്നവരെ രാഷ്ട്രീയമായി നേരിടുമെന്നും മജീദ്. അതേസമയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് താക്കീതുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ സൈന്യത്തെ മോദി സേന എന്ന് വിശേഷിപ്പിച്ച യോഗിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഭാവിയിൽ പ്രസ്താവനകളിൽ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ്. ഗാസിയാബാദിൽ നടന്ന റാലിക്കിടെയായിരുന്നു യോഗി ആദിത്യനാഥിന്റെ വിവാദ പരാമർശം. ചാലക്കുടി പിടിക്കാൻ കൈപ്പാർട്ടി. ചാലക്കുടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന് ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ച സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം MLA മാർ ഏറ്റെടുക്കും. കറുപ്പുംപടിയിൽ നിന്ന് ചാലക്കുടി മണ്ഡലത്തിലെ UDF MLA മാരുടെ നേതൃത്വത്തിൽ പ്രചരണം ആരംഭിച്ചു. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ അടക്കമുള്ള നേതാക്കളുടെ റോഡ് ഷോ അടക്കം നടത്തിയ സ്ഥാനാർത്ഥിയുടെ അഭാവത്തിലും പ്രചരണം സജീവമാക്കാനാണ് UDFന്റെ തീരുമാനം. ചാലക്കുടി മണ്ഡലത്തിലെ പ്രചരണം പുരോഗമിക്കവെയാണ് ഇന്ന് ബെന്നി ബെഹനാൻ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ആയത്. 1.5 ആഴ്ചത്തെ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ ബെന്നി ബെഹനാന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ MLA മാരായ VD സതീശൻ, PT തോമസ് എന്നിവരും പ്രചരണത്തിന് ഊർജ്ജം പകരാൻ എത്തും. കളം പിടിക്കാൻ നേതാക്കൾ. പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമാക്കാൻ ദേശീയ നേതാക്കളുടെ വൻനിര സംസ്ഥാനത്തേക്ക് എത്തുന്നു. നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ കേരളത്തിൽ പ്രചരണത്തിന് എത്തും. പരസ്യ പ്രചരണം അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് ദേശീയ നേതാക്കളെ രംഗത്തിറക്കി കളം പിടിക്കാൻ മുന്നണികൾ ഒരുങ്ങുന്നത്. കോൺഗ്രസും BJPയുമാണ് ഇക്കാര്യത്തിൽ മുന്നിൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി അക്കൗണ്ട് തുറക്കുവാൻ തീവ്രശ്രമം നടത്തുന്ന BJP പ്രധാനമന്ത്രി അടക്കമുള്ള താരപ്രചാരകരെയാണ് അണിനിരത്തുന്നത്. ഈ മാസം 12-ന് കോഴിക്കോടും 18-ന് തിരുവനന്തപുരത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയുടെ വരവോടെ ശ്രദ്ധേയമായ വയനാട്ടിലേക്ക് 17-ന് ദേശീയ അധ്യക്ഷൻ അമിത് ഷായെ എത്തിക്കാനാണ് നീക്കം. കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജ്, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ എന്നിവരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ NDAയുടെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന്റെ ആവേശം സംസ്ഥാനത്ത് എമ്പാടും എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. 16, 17 തീയതികളിൽ രാഹുൽ പ്രചരണത്തിനായി വീണ്ടും സംസ്ഥാനത്ത് എത്തും. വയനാട്ടിന് പുറമെ തിരുവനന്തപുരം, പത്തനംതിട്ട മണ്ഡലങ്ങളിലായിരിക്കും രാഹുൽ പ്രചരണത്തിന് എത്തുക. തന്ത്രം മെനയുന്ന വയനാട്. വയനാട് മണ്ഡലത്തിലെ UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് അന്തിമ രൂപമാകും. ഇതിനായി പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ വൈകിട്ട് കൽപ്പറ്റയിൽ യോഗം ചേരും. പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ ഏതൊക്കെ ദിവസം മണ്ഡലത്തിൽ പ്രചരണത്തിന് എത്തണമെന്നത് സംബന്ധിച്ച് ഇന്ന് തീരുമാനം ഉണ്ടായേക്കും. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.